ഈ അടുത്തിടയ്ക്ക് വന്ന മോഹൻലാലിന്റെ വലിയ കഥാപാത്രങ്ങളും വലിയ സിനിമകളും ഒന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല പ്രേക്ഷകർക്കിടയിൽ. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഒരുപിടി സംവിധായകർ മോഹൻലാൽ ഇനി എങ്ങനെ വരണമെന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവർ പറയുന്നത് സാധാരണക്കാരനായ കഥാപാത്രമായി മോഹൻലാൽ വന്നാൽ അത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്ന രീതിയിൽ. അങ്ങനെ ചില ചെറിയ സാധാരണ കഥാപാത്രങ്ങളെ മോഹൻലാൽ അവതരിപ്പിക്കുകയാണ് കുറച്ച് സിനിമകളിലൂടെ. അതിലൊന്നാണ് തുടരും, മറ്റൊന്നാണ് ഇപ്പോൾ സത്യനന്ദിക്കാട് ചെയ്യാൻ പോകുന്ന സിനിമയും. ഈ രണ്ടെണ്ണമാണ് മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ രീതിയിൽ എത്താൻ പോകുന്ന സിനിമ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഫെബ്രുവരി 10 തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ഷെഡ്യൂൾ 2 വീക്കാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകിയ റിപ്പോർട്ടുകൾ. അതിനുശേഷം മോഹൻലാൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് MN എന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂളിലേക്കാണ്. അതിനുശേഷം ഈ ചിത്രത്തിന്റെ മുംബൈ ഷെഡ്യൂളിലും മോഹൻലാൽ ജോയിൻ ചെയ്യും. അവിടെയാണ് മോഹൻലാൽ മമ്മൂട്ടി കോമ്പിനേഷൻ സീനുകൾ വരാൻ പോകുന്നത്. കൊച്ചു സിനിമകൾ ചെയ്യുന്നതിനൊപ്പം തന്നെ വലിയ സിനിമകളുടെയും പാർട്ടാണ് മോഹൻലാൽ. കൂടാതെ ഒരു വലിയ സിനിമ തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്, എമ്പുരാൻ എന്ന രീതിയിൽ. എന്നാലും ഈ കൊച്ചു സിനിമകൾ മോഹൻലാലിലേക്കും വരുന്നുണ്ട് എന്നതും എടുത്തു കാണണം. 2 ടൈപ്പിലുള്ള സിനിമകളും ഒരേ ടൈമിൽ തന്നെ മോഹൻലാൽ ചെയ്യുന്നു എന്നത്. ഇതൊക്കെ മോഹൻലാൽ ചെയ്യുമ്പോഴും വിമർശനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി തന്നെയാണ് പല സംവിധായകരും മോഹൻലാലും അടക്കം ഉള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനങ്ങളൊക്കെ മാറ്റാൻ നോക്കുമ്പോൾ തന്നെ മോഹൻലാലിന്റെ വിമർശനങ്ങൾ മാറുന്നില്ല എന്നതാണ് കാണുന്നത്. അതിന് കാരണം തുടരുമെന്ന ചിത്രം റിലീസിന് പറഞ്ഞ സമയത്ത് എത്തിയില്ല എന്നതുകൊണ്ട് തന്നെ. ഒരു കടുത്ത മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നേരിടുന്ന വിമർശനങ്ങളും വിരോധങ്ങളും അവസാനിക്കാൻ ഉള്ള സമയം ഇനിയും തുടരും എന്നതിൽ അതിയായ വിഷമവും നിരാശയും നിലനിൽക്കെ തന്നെ പറയട്ടെ. തുടരും എന്ന സിനിമയുടെ റിലീസ് വൈകിയത് സത്യം പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ഗുണം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രയൊക്കെ വിമർശിച്ചാലും അത് ഗുണകരമായി മാറുന്ന വിധമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. മോഹൻലാലിന്റെ ഫേസ് 2 ആണ് ഈ വർഷം കാണാൻ പോകുന്നത് എന്ന് ഞങ്ങൾ ആരാധകർ വിലയിരുത്തുമ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് ഒരുപാട് പരിഹാസങ്ങളും വിമർശനങ്ങളും മാത്രമാണ് ലാലേട്ടനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും നേരിടുന്നത്. അവിടെയാണ് എമ്പുരാൻ പോലൊരു ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ പടം ഇറങ്ങിക്കഴിഞ്ഞ് തുടരും എന്നൊരു ഫാമിലി സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. തുടരും ഒരു ആവറേജ് എന്റർടൈനർ ആയാൽ പോലും എമ്പുരാന്റെ ഓളത്തിൽ സുഖമായി ഒരു സൂപ്പർ ഹിറ്റ് അടിക്കാൻ സാധിക്കുന്ന ചിത്രവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷമായി ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ സോഷ്യൽ മീഡിയ ആയാലും ഫ്രണ്ട് സർക്കിളിൽ ആയാലും അനുഭവിച്ചു വരുന്ന പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം ഒരു അവസാനം വരുന്ന വർഷവും 2025 എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരുപാട് നല്ല സംവിധായകർക്കൊപ്പം നല്ല പ്രോജക്ട്സ് ഈ വർഷം അദ്ദേഹത്തിന് വന്നു ചേരുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ വന്നാൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വൻ റിഡംഷന് നമുക്ക് ഈ വർഷം തന്നെ സാക്ഷ്യം വഹിക്കാം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ വാക്കുകൾ ഈ അവസരത്തിൽ എത്തുന്നത്. എല്ലാ സിനിമകൾക്കും അതിന്റെ ഗുണം ലഭിക്കും എന്നതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് തുടരും എന്ന സിനിമ ഡിലേ ആയതും അതിന് ഗുണം ചെയ്യുക തന്നെ ചെയ്യും എന്നത്. ലാലേട്ടന്റെ ആരാധകർ എന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു വെക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനനുസരിച്ചുള്ള ഒരു ചർച്ചകൾ തന്നെ പ്രേക്ഷകർ നടത്തുന്നുണ്ട്. വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോൾ അവർ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ